എൻ്റെ പേര് മാത്യു. ഞാൻ വടകരയിൽ താമസിക്കുന്നു. ഞാനൊരു കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഈ ഫിസിയോതെറാപ്പി ഡേയിൽ മറക്കാൻ പറ്റാത്ത ഒരു പറ്റം ആൾക്കാരുണ്ട്. സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തുപുഴയിലെ ഫിസിയോതെറാപ്പി ടീം. അതായത് 2023 ജനുവരി 22 എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായി എൻ്റെ ഇടത്തേക്ക് അതിൻ്റെ മുട്ടിന് മുകളിലേക്ക് ഒതുങ്ങി തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഒന്ന് ആദ്യമേ തന്നെ ചുറ്റുപുഴ ഹോസ്പിറ്റലിൽ വരികയും അന്ന് അവിടെ ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് ഭാഗമായി ചികിത്സ ആവശ്യം. ഏത് ദിവസം ടീം ഓർത്തോ ഡോക്ടറും മറ്റു ഡോക്ടറിൻ്റെയും ജില്ല ഡോക്ടറിൻ്റെയും സഹായത്തോടുകൂടി എൻ്റെ സൗകര്യം സർജറി ചെയ്യുകയുണ്ടായി. സർജറി എല്ലാം സക്സസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു എൻ്റെ കൂടുതലും ടെൻഷൻ. എനിക്കറിയില്ലായിരുന്നു എനിക്ക് നടക്കാൻ പറ്റുമോ, എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അന്നും ഡോക്ടർ പറഞ്ഞൊരു കാര്യമുള്ളൂ, ഫിസിയോതെറാപ്പി ചെയ്യുക, കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ പഴയ രീതിയിലേക്ക് എത്തുകയുള്ളൂ എന്നത് ഇവർ പറഞ്ഞത്. ഞാൻ ഡെയിലി എന്നെ ഇവിടുന്ന് ആംബുലൻസിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അതിലേക്ക് വയനാട്ടിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ചെല്ലുകയും അതിൻ്റെ ഭാഗമായി രാവിലെ 2 മണിക്കൂർ 3 മണിക്കൂർ കണ്ടിന്യൂസ് ചുറ്റുപുഴ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി ടീമുമായിട്ട് ഞാൻ ചെലവിടുകയുണ്ടായി. അവരുടെ കഠിന ശ്രമത്താൽ ചുറ്റുപാടിൻ്റെ കുറച്ച് പേരുകൾ, അതായത് അലൻ, ഡോക്ടർ അലൻ, ഫിസിയോതെറാപ്പിയിലുള്ള ഇബിൻ, അങ്ങനെ എടുത്തു പറയുന്നത് ഇനിയുണ്ട്, ഒത്തിരി പേരുണ്ട്, ഇപ്പോൾ പറയുന്നില്ല. അവരുടെ ഒരു എഫർട്ടിൻ്റെ ഭാഗമായി ഞാനും കൂടെ സഹകരിച്ച് എൻ്റെ കാല് എനിക്കൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും എൻ്റെ ഫിസിയോ ടീമും അവർ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്തു, എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തു. അവരെനിക്ക് ഒത്തിരി സപ്പോർട്ട് തന്നു. ഞാൻ അവരോടൊപ്പം ഞാനും സഹകരിച്ചു. എൻ്റെ കാല് പിന്നീട് ഒരു 2-3 മാസം ശേഷം എനിക്കറിയാൻ പറ്റി എൻ്റെ കാല് 100 ഡിഗ്രിക്ക് മുകളിലേക്ക് വളയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിലെനിക്ക് എടുത്തു പറയേണ്ട കാര്യം, ഒന്ന് അവിടുത്തെ ഫിസിയോതെറാപ്പി ടീം, ഡോക്ടർമാരുൾപ്പെടെ, പുറത്തുള്ള ഡോക്ടർമാരുൾപ്പെടെ, അവരുടെ ഫിസിയോതെറാപ്പി ടീം ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നത് മാത്രമാണ് ഞാൻ ഇന്ന് കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് കുഴപ്പമില്ല. ഈ സ്റ്റീലുണ്ട്, ബട്ട് എന്നാലും എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരവസ്ഥയിൽ ഞാൻ നടക്കും എന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ എന്നെ എത്തിച്ച ഫിസിയോ സെൻറ് തോമസ് ഹോസ്പിറ്റലിലെ ടീം ഫിസിയോതെറാപ്പി ടീമുകൾക്ക് എല്ലാവർക്കും ഈ ഫിസിയോതെറാപ്പി ദിനത്തിൽ ഞാൻ എൻ്റെ പങ്കാളികൾ നേരുന്നു. ഇനിയും ഇതുപോലെ ഒത്തിരി പേർ അവിടെ നിന്ന് സുഖപ്പെട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു.